ഓരോ ദിവസം ചെല്ലുന്തോറും തകർന്ന തരിപ്പണമാകുന്ന ചിത്രമാണ് കാണാൻ സാധിക്കുന്നത്. കോന്നി മെഡിക്കൽ കോളേജിൽ ഒരു വിദ്യാർത്ഥിയുടെ കൈ എല്ല് പൊട്ടി ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ കൈ വളഞ്ഞുപോയി. ഇപ്പോൾ ആലപ്പുഴയിലെ ഈ സ്ത്രീ തുടർ ചികിത്സയ്ക്കായിട്ട് ഈ കത്രിക വയറ്റിൽ കുടുങ്ങിക്കിടക്കുന്ന കത്രിക എടുത്തു മാറ്റാൻ ആ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ അവർക്ക് ധൈര്യമില്ല. ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. അവരെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ തേടുന്നത്. ഇതിന് മന്ത്രി ഉത്തരം പറയണം. ഇത്തരത്തിൽ വന്നിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾക്ക്, ശാരീരിക മാനസിക പീഡനങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് ഉത്തരവാദി ഗവൺമെൻറ് തന്നെയാണ്. അവർക്ക് ഉചിതമായ ന്യായമായ നഷ്ടപരിഹാരം നൽകാൻ ഗവൺമെൻറ് സന്നദ്ധമാകണം. അവരെ പീഡിപ്പിക്കുന്നതിനും വേദനിപ്പിക്കുന്നതിനും പകരം ഉത്തരവാദികൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകണം. ആരോഗ്യരംഗത്തെ ആവർത്തിച്ചുണ്ടാകുന്ന ഇത്തരത്തിലുള്ള അനാസ്ഥയും അശ്രദ്ധയും സാധാരണക്കാരനെയാണ് അലട്ടുന്നത്, വലയ്ക്കുന്നത്, ഭീതിപ്പെടുത്തുന്നത്. മന്ത്രിയുടെയും സർക്കാരിൻ്റെയും അവകാശവാദങ്ങൾ നിലനിൽക്കുന്നതല്ല, വസ്തുനിഷ്ഠമല്ല. യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ കാണാൻ ഗവൺമെൻറ് തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഒരു കാര്യം കൂടി, കണ്ണൂർ ജില്ലയിലെ ബോംബ് നിർമ്മാണവും ബോംബ് ഉപയോഗവും സർക്കാരിൻ്റെയും ഭരണകക്ഷികളുടെയും പ്രോത്സാഹനത്തിലാണ് നടക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും നമുക്കറിയാം ബോംബ് സംബന്ധിച്ച വാർത്തകൾ ഉണ്ടായിട്ടുണ്ട്. ഉത്സവപ്പറമ്പിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ BJPയും CPMഉം ഇരുകൂട്ടരും അണികളെ കൊണ്ട് ബോംബ് ഉണ്ടാക്കാനുള്ള അവരുടെ പഴയ ശൈലിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഇവിടെ ആവർത്തിച്ച് ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, ഇതിൽ പോലീസ് ഈ ബോംബ് ആര് നിർമ്മിച്ചു, ആരുടെ ബുദ്ധിയിൽ നിർമ്മിച്ചു, ആരിതിനു വേണ്ടി ആലോചന നടത്തി, സാധന സാമഗ്രികൾ എവിടെ നിന്ന് വാങ്ങി, ഏതാണ് ഇതിൻ്റെ ഗൂഢാലോചനയുടെ കേന്ദ്രം, ഇത് അന്വേഷിച്ച് കണ്ടെത്തി ഉത്തരവാദികളെ കൊണ്ടുവരണം. എവിടെന്നെങ്കിലും ബോംബ് കണ്ടെത്തിയാൽ പോരാ, നിർമ്മിച്ച നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ പ്രതികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ പോലീസിന് കഴിയാത്തതാണ്. അത് ഭരണകക്ഷിയുടെ പ്രോത്സാഹനം ഉള്ളതുകൊണ്ടാണ് പോലീസ് ഇത്തരം കേസുകൾ തേച്ചു മാച്ച് കളയുന്നത്. വളരെ ഗൗരവത്തോടെയാണ് കണ്ണൂരിലെ സാധാരണക്കാർ ഈ ബോംബ് നിർമ്മാണത്തെ കാണുന്നത്. അത് ഞാൻ പറയുന്നില്ല. ഒന്നാമത് വേണ്ടത് ഈ സ്ത്രീയുടെ വേദന, കുടുംബാംഗങ്ങളുടെ നഷ്ടകഷ്ടങ്ങൾ, അതിന് പരിഹാരം കാണാൻ ഗവൺമെൻറ്റിന് സാധിക്കണ്ടേ? 5 വർഷക്കാലം വയറ്റിൽ കത്രികയുമായിട്ടൊരു വീട്ടമ്മ കഴിയേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു വീട്ടമ്മയായ ആരോഗ്യമന്ത്രിക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? ഒരാളുടെ ഭാഗത്ത് നിൽക്കണം? ഒരു വാചക കസർത്ത് പോരല്ലോ. ഹർഷീനയുടെ കാര്യം വന്നപ്പോൾ അവരെ ഹർഷീനയ്ക്ക് എതിരാ നിലപാട് സ്വീകരിച്ചത്. ഹർഷീന നീതിക്ക് വേണ്ടി എത്രയോ കരഞ്ഞു, സമരം നടത്തി. ശരി, ഇത് മന്ത്രിയുടെ വാക്ക് തന്നെ കടമെടുക്കേണ്ടതില്ല. സിസ്റ്റത്തിന്റെ ആകെയുള്ള തകരാറാണ്. കേവലം ഒരു ഡോക്ടർ മാത്രമാണോ ഒരു ശസ്ത്രക്രിയക്ക് രോഗിയുടെ കൂടെ ഉണ്ടാകുക, ഒരു ലേഡിയുടെ കൂടെ ഉണ്ടാവുക? സിസ്റ്റത്തിന്റെ തകരാറാണ്. അവകാശവാദങ്ങളേ ഉള്ളൂ. തെറ്റ് തിരുത്തലില്ല, സത്യസന്ധമായ വിലയിരുത്തലില്ല, വസ്തുനിഷ്ഠമായ നടപടികളില്ല. അതാണ് വിഷയം. ആ കാര്യം ഞാൻ ആരുമായിട്ടും ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം സംബന്ധിച്ച് ചർച്ച ചെയ്തു. വയനാട്ടിലെ ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിന് കോൺഗ്രസ് നിർമ്മിക്കുന്ന വീടുകളുടെ നിർമ്മാണം സംബന്ധിച്ച് ചർച്ച ചെയ്തു. 26-ന് ആ വീടുകളുടെ തറക്കല്ലിടലാണ്. അതിന് രാഹുൽജിയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും എല്ലാവരും വരുന്നുണ്ട്. ആ പരിപാടി സംബന്ധിച്ച് ആലോചിച്ചു. തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ സംബന്ധിച്ചും ആലോചിച്ചു. അതൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും, നേതൃത്വം തീരുമാനിക്കും. ഒന്നും പറയാനായിട്ടില്ല. ഒക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്. എല്ലാ പ്രായത്തിൽപ്പെട്ടവരുണ്ടാകും എന്നോർത്ത് നമുക്കെല്ലാം അറിയാമല്ലോ.
അത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. ഇല്ലില്ല, ആലോചിച്ചിട്ടില്ല, അത് ആലോചിച്ചിട്ടില്ല. ആയിക്കോട്ടെ, അദ്ദേഹം ഇല്ലില്ല, ഇല്ല, ബന്ധപ്പെട്ടിരുന്നല്ല, ഇങ്ങനെ വാർത്തകൾ കാണുന്നു എന്നാ പറഞ്ഞു. രാഷ്ട്രീയ കാരണങ്ങളാൽ CPM-ആയിട്ട് തെറ്റി നിൽക്കുന്ന പലരുണ്ട്. അവർ പലരും ഇന്ന് UDF-നെ സപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതെല്ലാം പരിശോധിക്കും. റീത്ത് അതുപോലെ തന്നെ കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം ഏറ്റുവാങ്ങിയ വ്യക്തിയുടെ വീട്ടിലാണ് റീത്ത് വെച്ചത്. അതും CPM-ന്റെ ഏകാധിപത്യ ശൈലിയുടെ പ്രകടമായിട്ടുള്ള തെളിവാണ്. അവർ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാചാലമായിട്ട് പ്രസംഗിക്കുന്നു. പൗരസ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം അവർ തന്നെ നിഷേധിക്കുന്നു. വെല്ലുവിളിയും ഭീഷണിയും അവർ തന്നെ ആവർത്തിക്കുന്നു. അതിന് ഗവൺമെൻറ് ഉത്തരം പറയണം. CPM പാർട്ടിയും അതിന് മറുപടി പറയണം. പങ്കെടുക്കാതിരിക്കാൻ കാര്യമില്ലല്ലോ. അവിടെ നമുക്കറിയാം, അവിടെ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ അവിടുത്തെ ജനപ്രതിനിധികൾ, MLA സിദ്ദിഖ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അവിടുത്തെ അന്നത്തെ MP രാഹുൽ ഗാന്ധി, ഇവരൊക്കെ എത്രയോ കഠിനാധ്വാനം അവിടെ ചെയ്തിട്ടുണ്ട്, എത്രയോ പരിശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് സംവിധാനങ്ങളോട് ഞങ്ങൾ പൂർണ്ണമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. എല്ലാ MP-മാരും MLA-മാരും അതുപോലെ മറ്റുള്ള ആളുകൾ, ജനപ്രതിനിധികൾ എല്ലാവരും ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ അവർ വലിയ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ഈ സർക്കാരിന്റെ വീട് 25-ാം തീയതി കൈമാറുകയാണ്. മുസ്ലിം ലീഗ് നിർമ്മിച്ച വീട് 28-ാം തീയതി കൈമാറുകയാണ്. DYFI നേരത്തെ നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞ വീടിന് ആവശ്യമായിട്ടുള്ള സർക്കാരിലേക്ക് നൽകി. പക്ഷേ ആ ഘട്ടത്തിൽ എല്ലാവരും അതിന്റെ അന്തിമ ഘട്ടത്തിൽ എത്തുമ്പോഴാണ് കോൺഗ്രസ് അവിടെ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് വലിയ മത്സരത്തിനല്ല. ഒന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ, സർക്കാർ സംവിധാനം ഗവൺമെൻറ് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചാണ്. കേന്ദ്രത്തിൻ്റെ ചെറിയ സഹായം കിട്ടി, പിരിവ് കിട്ടി, ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കിട്ടി, ജനപ്രതിനിധികളും എല്ലാവരും പൈസ കൊടുത്ത് ഗവൺമെൻറ്റിനെ സഹായിച്ചു. ആ സംവിധാനത്തിന് അതിൻ്റേതായ സ്പീഡുണ്ടാവും. പിന്നെ സ്ഥലം കിട്ടണം. വയനാട്ടിലെ ഒരു വിഷയം എന്താ? സ്ഥലം കിട്ടണം. സ്ഥലം എടുക്കുന്നതിനും സർക്കാരിന് അവരുടെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിച്ചു. ഞങ്ങൾ സർക്കാരിനോട് സ്ഥലം ചോദിച്ചിട്ട് അതിൽ സഹായിക്കുന്ന നിലപാടല്ല ഗവൺമെൻറ് സ്വീകരിച്ചത്. സ്ഥലം എടുക്കുന്നതിന് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ ഒഴിവാക്കിക്കൊണ്ട് സഹായിക്കാനും ഗവൺമെൻറ് തയ്യാറായില്ല. പിന്നെ അതിൻ്റെ ഗുണഭോക്താക്കളുടെ പട്ടിക ചോദിച്ചു, അവിടെയും ഗവൺമെൻറ് സഹകരിച്ചില്ല. അതുകൊണ്ടൊക്കെ വന്ന കാലതാമസമുണ്ട്. പിന്നെ പൈസയും ഞങ്ങൾക്ക് കുറവാണ്, അതുകൊണ്ടൊക്കെ വന്ന കാലതാമസമുണ്ട്. അതെല്ലാം നികത്തി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ അകത്തൊരു മത്സരത്തിനല്ല, കാര്യം നടക്കാനാണ് അവിടെ ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല കാര്യം, ആർക്കെങ്കിലും ചെയ്തു കൊടുത്താൽ നല്ല കാര്യം. ഇല്ലില്ല, ഞങ്ങൾ വലിയ താമസിച്ചൊന്നും അഭിപ്രായമില്ല. ഇനിയിപ്പോൾ വരുന്ന കാലതാമസം എത്രയാ? ഇന്ന് മുതൽ പണി തീരുന്നവരെയുള്ള കാലതാമസമല്ലേ ഉള്ളൂ. കഴിഞ്ഞ ഒരു ആലോചന ഒരു 6 മാസത്തിനുള്ളിൽ, ഏറിയാൽ 6 മാസം. പുതിയ സർക്കാർ വരും. അതെ, ഞാൻ വായിച്ചില്ല. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്, അത് വ്യക്തമാക്കി. അല്ലല്ല, അത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമല്ലേ. അത് വ്യക്തിപരമായ കാരണങ്ങളാൽ ആ കാര്യം പരസ്യപ്പെടുത്തി. അത് നമ്മൾ പരിശോധിക്കും. അതെ, മുല്ലപ്പള്ളി ഈസ് എ വെരി പ്രോമിനന്റ് ലീഡർ.